ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ ബിരിയാണിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കിലോ ചെമ്മീനാണ് എടുത്തേക്കുന്നത്. ആ ചെമ്മീന് മസാല പുരട്ടിയിട്ട് ഒരു ഹാഫ് ആൻ അവർ വെക്കുക. ഹാഫ് ആൻ അവറിന് ശേഷം ഒരു പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് ഈ ചെമ്മീൻ നന്നായി വറുത്തെടുക്കുക. ഇതുപോലെ വറുത്തെടുക്കുക. ഇനി ആ വെളിച്ചെണ്ണയിലോട്ട് 2 വലിയ സവാളയും ഒരു പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് നന്നായിട്ട് വഴറ്റുക. കുറച്ചൊന്ന് വഴണ്ട് വന്നു കഴിഞ്ഞാൽ അതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നന്നായി വഴണ്ട് വന്നു കഴിഞ്ഞാൽ അതിലോട്ട് ഒരു മീഡിയം സൈസ് പഴുത്ത തക്കാളിയും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് വഴറ്റുക. ഇനി അതിലോട്ട് നമ്മൾ മല്ലിയിലയും കൂടി ആഡ് ചെയ്യുക. ഇനി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിലോട്ട് പൊടികൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പൊടികൾ ആഡ് ചെയ്യുക. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ മല്ലിപ്പൊടി, പിന്നെ പെരുംജീരകം പൊടിച്ചത്, ഗരം മസാല, ഇത്രയും പൊടികൾ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പോൾ ഈ പൊടികൾ ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിലായിരിക്കണം. ആ പച്ചമണം മാറിക്കഴിഞ്ഞാൽ അതിലോട്ട് ചെമ്മീൻ വറുത്ത് വെച്ചതും കൂടി ആഡ് ചെയ്യുക. ചെമ്മീൻ വറുത്തതും കൂടിയും ഈ മസാലയും നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലോട്ട് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ലെമൺ ജ്യൂസാണ്. ഒരു ലെമണിൻ്റെ ജ്യൂസ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തിട്ട് തീ ലോ ഫ്ലെയിമിൽ വെച്ചോട്ട് അതിലോട്ട് തൈര് ആഡ് ചെയ്യുക. തൈരും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് ആ മസാല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മളെ മസാല റെഡിയായി. ഇനി നമ്മൾ അരിയാണ് വേവിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ബസ്മതി അരി അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ അതിനാവശ്യമായ ഒരു പാത്രം നിറയെ വെള്ളം എടുത്തിട്ട് അതിലോട്ട് ഉപ്പ് ആഡ് ചെയ്യുക. ഇനി 2 ഗ്രാമ്പു, ഏലക്കായ, പട്ട ഇത്രയും കൂടി ആഡ് ചെയ്ത് നന്നായി തിളപ്പിക്കുക. നന്നായി വെള്ളം തിളച്ച് വന്നാൽ ഈ ഗ്രാമ്പും പട്ടയൊക്കെ എടുത്ത് കളയുക. എന്നിട്ട് അതിലോട്ട് കുറച്ച് ഗീയും കൂടി ആഡ് ചെയ്യണം. ഇനി നമ്മൾ കുതിർത്ത് വെച്ച അരിയില്ലേ അത് ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ മൂടി വെച്ചിട്ട് ഒരു 7 മിനിറ്റ് മതിയാവും. നന്നായിട്ട് വേവിച്ചെടുക്കുക. മൂടി വെച്ചിട്ട് ഇനി ഇതിപ്പോൾ ഉണ്ടാവും ഇത്രയും വെന്താൽ മതി. ഒരു 75% വെന്താൽ മതി. ബാക്കി ദം ചെയ്യുമ്പോൾ വേവും. ഇപ്പോൾ ഈ അരി ഒന്ന് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്നിങ്ങനെ 2 കഷ്ണമായി വന്നാൽ മതി. ഇനി നമ്മളത് വാറ്റിയെടുക്കുക. ഇനി നമ്മൾ ദം ചെയ്യാൻ വേണ്ടി ഒരു പാത്രത്തിൽ നെയ്യ് ഒഴിച്ചതിന് ശേഷം നമ്മൾ ആ മസാല ഉണ്ടല്ലോ ചെമ്മീൻ മസാല ഇതിലോട്ട് നന്നായിട്ട് താഴെ സ്പ്രെഡാക്കി നന്നായിട്ട് വെച്ച് കൊടുക്കുക. അതിന് ശേഷം അതിൻ്റെ മേലോട്ട് നമ്മൾ വേവിച്ച് വാറ്റി വെച്ച ചോറും കൂടി ആഡ് ചെയ്യുക. ഫുള്ള് ആ ചോറും കൂടി ആഡ് ചെയ്യുക. അതിന് ശേഷം ഇതിൽ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് കുറച്ച് വെള്ളത്തിൽ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ പൈനാപ്പിൾ എസൻസും കൂടി മിക്സ് ചെയ്തതാണ്. നമ്മളിതിൻ്റെ മേലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് മല്ലിയിലയും കുറച്ച് നെയ്യും അതുപോലെ തന്നെ സവാളയും കൂടിയും വറുത്തിട്ട് ഇതിൻ്റെ മേലെ ആഡ് ചെയ്യണം. ഞാൻ സവാള വറുത്തത് ആഡ് ചെയ്തിട്ടില്ല. എന്നിട്ട് ഒരു പാത്രം വെക്കുക. ഇതുപോലത്തെ ഒരു പാത്രം വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെക്കുക തീ. എന്നിട്ട് ഈ പാത്രം ദം ചെയ്ത പാത്രത്തിൻ്റെ മേലെ വെച്ചിട്ട് ഈ മൂടി ഉണ്ടല്ലോ ചൂടാവുന്ന വരെ ചെയ്യുക. അതിനുശേഷം ഒരു കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ തുറന്നു കഴിഞ്ഞാൽ നമ്മളെ ബിരിയാണി റെഡിയായി. ഇനി ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നമ്മൾ എടുക്കുക. ഇതും അതുപോലെ തന്നെ സാലഡും കൂടിയിട്ട് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം.